ആറാമത്തെ അധ്യായം ഭഗവത്ഗീത എന്ന് പറയുന്നത് ധ്യാനയോഗമാണ്. ധ്യാനം കഴിഞ്ഞാൽ സമാധിയായി. സമാധി ആർക്കും ആരെയും പഠിപ്പിക്കാൻ പറ്റില്ല. ഏറ്റവും നല്ല അവസ്ഥയിലേക്ക് നമ്മൾ ഭഗവാനുമായി ലയം പ്രാപിക്കുന്ന അവസ്ഥയാണ് യോഗം എന്ന് പറയുന്നത്. ആ യോഗം എന്ന വാക്ക്, യോഗ എന്ന വാക്ക് പറഞ്ഞ് വെറും എക്സർസൈസ് ആയിട്ട് കുരങ്ങൻ്റെ കളിയായി മാറിയിരിക്കുന്നു. അത് ഒന്നും അറിയാതെ പഠിപ്പിക്കുന്ന പലരും യോഗ ആചാര്യന്മാരായിട്ട് ചര്യന്മാരായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ദുഃഖം. അതിൽ ധ്യാനം മാത്രമേ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഭഗവത്ഗീതയിൽ 6-ാമത്തെ അധ്യായം പഠിച്ചാൽ യോഗിയായി ധ്യാനത്തിലേക്ക് എത്തി. ആ ധ്യാനത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ വഴുതി വീണു പോകുന്ന, അറിയാതെ നമ്മൾ എത്തിപ്പെടുന്നതാണ് സമാധി എന്ന് പറയുന്ന അവസ്ഥ. അപ്പോൾ അഷ്ടാംഗയോഗത്തിൻ്റെ 8-ാമത്തെ സ്റ്റെപ്പിലേക്ക് എത്തണമെങ്കിൽ ഭഗവത്ഗീതയിലെ 6-ാം അധ്യായം പഠിച്ചാൽ മതി. പ്രതിദിനമായി ഉയർന്നു വരുന്ന നമ്മുടെ ചൈതന്യവുമായിട്ട് ബന്ധപ്പെടുന്ന കർമ്മം, ജ്ഞാനം, അറിവ്, ആക്ഷൻ, പ്രവൃത്തികൾ, അത് പൂർണ്ണമായ പാഷനോടുകൂടി ധ്യാനത്തോടുകൂടി ചെയ്യുമ്പോൾ നമ്മൾ എത്തിപ്പെടുന്ന ഒരു ധ്യാനാവസ്ഥയുണ്ട്. നമുക്ക് വേണ്ടിയിട്ടുള്ളതല്ല, സ്വാർത്ഥ താല്പര്യങ്ങളില്ലാതെ ബാക്കിയുള്ളവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു ചിന്തയാണ് ധ്യാനം. അതിന് മനസ്സിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടല്ല, നിയന്ത്രിച്ച് അങ്ങോട്ട് പെട്ടുപോകും. മനസ്സിനെ ശാന്തമാക്കാൻ വേണ്ടിയിട്ടല്ല, മനസ്സ് ശാന്തമാകും. ആഗ്രഹങ്ങളില്ലാത്തൊരവസ്ഥയിലാണ് സന്യാസം, 5-ാമത്തെ അധ്യായം. അത് കഴിഞ്ഞിട്ടാണ് 6-ാമത്തെ അധ്യായം. അപ്പോൾ ആഗ്രഹിച്ചിട്ടല്ല ചെയ്യേണ്ടത്. മെഡിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി മെഡിറ്റേറ്റ് ചെയ്യരുത്, ധ്യാനിക്കാൻ വേണ്ടി ധ്യാനിക്കരുത്. ധ്യാനത്തിലേക്ക് അറിയാതെ എത്തിപ്പോവുകയാണ് വേണ്ടത്. അതെങ്ങനെ എത്തുക? നല്ല പ്രവൃത്തികൾ, നല്ല അറിവോടുകൂടി, നല്ല ആൾക്കാരുടെ കൂടെ, ഒരാവശ്യവും അവനവനില്ല എന്നുള്ള ധാരണയോടുകൂടി, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ, ആ അവസ്ഥയിലേക്ക് ഭഗവാനിലേക്ക് ലയം പ്രാപിക്കുമ്പോൾ, ഭഗവാൻ എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയാണ്, ആ പ്രവൃത്തിയിലേക്ക് ഞാൻ ലയം പ്രാപിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നൊരവസ്ഥയാണ് ധ്യാനം. ആ ധ്യാനത്തിലൂടെയാണ് ഞാനിപ്പോൾ പറയുന്ന വാക്കുകൾ. എനിക്ക് വേണ്ടിയിട്ടല്ല, ആർക്കെങ്കിലും ഇത് എന്തെങ്കിലും ഉപകാരം ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. അങ്ങനെ പറയുമ്പോൾ ഈ പറയുന്നതും പഠിപ്പിക്കുന്നതും ഒക്കെ ധ്യാനമായിട്ട് വന്നു. അങ്ങനെ 6-ാമത്തെ അധ്യായത്തിലെ ധ്യാനയോഗത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് അടുത്ത സ്റ്റെപ്പിലേക്കൊക്കെ നമ്മൾ എത്തുക. അതാവട്ടെ നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്ന 18-ാമത്തെ അധ്യായം വരെ എത്തണം, മറക്കരുത്. ഒരു യാത്ര.